ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. ഞാനിത് കട്ട് ചെയ്ത് എടുത്തതല്ല കേട്ടോ, ഓൾറെഡി റൗണ്ടായിട്ടുള്ളൊരു പീസ് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ടത് ഇതുപോലത്തെയുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അപ്പോൾ ഇതെല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. ഒരു പാക്കറ്റിൽ തന്നെ മൾട്ടി കളറായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പം A4 സൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതെന്ന് വെച്ചാൽ അതെടുക്കാം. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ആ കാർഡ്ബോർഡിൻ്റെ കറക്റ്റ് സൈസ് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ കാർഡ്ബോർഡ് ഈ ഒരു സൈസിനേക്കാളും കുറച്ചുകൂടി വലുതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു പീസും കൂടെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇപ്പം A4 സൈസ് പേപ്പർ എടുക്കുന്നെങ്കിൽ അതിനകത്ത് നിൽക്കുന്ന ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓൾറെഡി റൗണ്ട് ഷേപ്പ് എൻ്റെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ചെറുതാക്കാൻ പോവാത്തത്. ഇനി നമുക്ക് ഈ ഒരു സൈസിൽ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കണം ഫുള്ള്. അപ്പോൾ ഞാനിതാ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുവാണ് ഈ ഒരു റൗണ്ട് പീസ്. പിന്നെ ഇതിൻ്റെ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ പ്രത്യേകത അടിയിൽ സ്റ്റിക്കർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഗ്ലൂ ഉപയോഗിക്കാതെ തന്നെ ഈ ഒരു സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉള്ളതും ഇല്ലാത്തതും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഗൺ ഗ്ലൂ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ദാ ഈ ഒരു ഷീറ്റ് ഇളക്കിയിട്ട് സിമ്പിളായിട്ട് അങ്ങോട്ട് ഒട്ടിക്കാൻ പോവുകയാണ്. ഒട്ടിക്കുമ്പോൾ നല്ല കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ വേണം ഒട്ടിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ വൃത്തികേടായിട്ട് ഇരിക്കും. അപ്പോൾ ദാ പതിയെ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു സൈഡ് നമുക്ക് പിന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ ഈ ഒരു റൗണ്ടിൽ കറക്റ്റ് വെച്ചതിന് ശേഷം അങ്ങോട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കുവാണ്. അപ്പോൾ ഒട്ടിക്കുന്നതനുസരിച്ച് സ്റ്റിക്കർ പതിയെ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. കണ്ടോ? ഇനി ഈ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ ബാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡ് ചെറിയൊരു ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു പീസിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ ഫില്ല് ചെയ്തെടുത്തതാണിത്. അപ്പോൾ കറക്റ്റ് റൗണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ റൗണ്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹേർട്ട് ഷേപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രീൻ കളർ ഗ്ലിറ്റർ ഷീറ്റ് എടുക്കാം. ഇത് ഒരു ഫോം ഷീറ്റ് തന്നെയാണ്. ഇനി ഈ ഫോം ഗ്ലിറ്റർ ഷീറ്റിൽ നമുക്ക് ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലീവ്സ് കട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇതുപോലെ കുഞ്ഞു ലീവ്സ് കട്ട് ചെയ്തെടുത്താൽ മതി. വലിയ ലീവ്സ് ഉണ്ടാക്കിയാൽ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പം എല്ലാം ഏകദേശം ഒരേ സൈസ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. വലുതും ചെറുതുമായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഒട്ടിക്കുന്നത് വലിയ ലീവ്സാണ്. നമ്മുടെ കയ്യിലുള്ളതിൽ ഞാൻ സൈസ് വെച്ചൊന്നും അല്ല, അളന്നിട്ടൊന്നും അല്ല കട്ട് ചെയ്തത്, വെറുതെ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഉള്ളതിൽ വലുത് ആദ്യമേ വെക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ലീവ്സ് നമ്മളെ AVTയുടെ പരസ്യത്തിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. കണ്ടോ? ഇതുപോലെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഫുള്ള് ലീവ്സ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒട്ടിക്കേണ്ടത്. ഞാൻ ഈ ഒരു റൗണ്ട് ഫുള്ള് ഒട്ടിക്കുന്നില്ല, പകുതി ഭാഗത്താണ് ഇതുപോലെ ഒട്ടിച്ചിരിക്കുന്നത്. കണ്ടോ? പിന്നെ ലീവ്സ് മാത്രം ആയാലൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മിഡിൽ ഭാഗത്ത് വെക്കണം. അപ്പം അതുപോലെ ഞാൻ കുറച്ച് ഇങ്ങനെ സ്റ്റിക്കർ പേൾസ് എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഗ്ലൂ ഒന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഫ്ലവറിന് പകരമായിട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്റ്റിക്കർ പേൾ ഒട്ടിക്കുവാണ്. ഇത് തന്നെ പല ഷേപ്പിൽ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിക്കുക. അല്ലെങ്കിൽ ഇതില്ലെന്നുണ്ടെങ്കിൽ വേറൊരു കളറിൽ ഫോം ഷീറ്റ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മുറിച്ചെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഫുള്ള് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹേർട്ട് ഒട്ടിക്കണം. ഈ ഹേർട്ട് എന്ന് പറയുന്നത് ഗ്ലിറ്ററിൻ്റെ റെഡ് കളർ ഷീറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. ജസ്റ്റ് വരച്ചതിന് ശേഷം കട്ട് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം. പിന്നെ ഹേർട്ട് ആകുമ്പോൾ ഓൾറെഡി എല്ലാവരും റെഡ് ആണല്ലോ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ റെഡ് ഒരു വലിയ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി വേണം, എങ്കിലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം അത് ഏത് കളറിൽ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് ഏത് കളറിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഗ്രീൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ കുഞ്ഞൊരു ഹാർട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് ഒട്ടിക്കണം. ആ സ്റ്റിക്കർ ഇളക്കിയതിന് ശേഷം അങ്ങോട്ട് മുകളിലേക്ക് ഒട്ടിക്കുക. അപ്പോൾ പശയും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ചിലവാക്കി ഒട്ടിച്ചൊട്ടിച്ച് എടുത്താൽ മതി. കട്ട് ചെയ്യുന്നതും ഒട്ടിക്കുന്നതും പാട് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ടൊരു ചെറിയ ഡോർ ഡെക്കറോ അല്ലെങ്കിൽ വാൾ ഡെക്കറോ എന്നൊക്കെ പറയാം, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോറിലോ അല്ലെങ്കിൽ വാളിലോ ഒക്കെ ഒട്ടിക്കാൻ പറ്റും. എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം. അപ്പം എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്